ഗുഡ് മോർണിംഗ്. നമ്മൾ തേർഡ് സെം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ തേർഡ് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള പേപ്പർ എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഞാൻ എൻ്റെ ഫിസിക്കൽ കെമിസ്ട്രി 1 ആണ്, 2 ഉം 3 ഒക്കെ ഉണ്ട്. അത് 5th 6th സെമ്മിലൊക്കെ ആയിട്ട് എടുക്കും. ഈ സെമ്മിനകത്ത് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് മോളിക്കുലർ സിമെട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. 2 പാർട്ടുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്, മോളിക്കുലർ സിമെട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഒരു കുറച്ച് ഇൻട്രൊഡക്ഷനൊക്കെ പറയാം. അപ്പോൾ എന്താണ് സിമെട്രി? സിമെട്രിക്ക് നമ്മളൊരു മലയാളം വേർഡ് മീനിങ് ഒക്കെ എടുക്കണമെങ്കിൽ എന്താ, രൂപസാദൃശ്യം അല്ലെങ്കിൽ പൊരുത്തം, അങ്ങനെയുള്ളൊക്കെ വേർഡിനെയാണ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം അതേ ഒരു മീനിങ് ഒക്കെ തന്നെയാണ് നമ്മുടെ ഇവിടെയും ഉള്ളത്. പക്ഷെ നമുക്കിവിടെ കുറച്ച് ഒരു ഓപ്പറേഷൻ ഒക്കെ ഒരു പ്രോസസ്സൊക്കെ നടത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫിഗറും അതിൻ്റെ തുടക്കത്തിലെ ഫിഗറും തമ്മിലുള്ള സാമ്യതയെ ഉദ്ദേശിച്ചിട്ടാണ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുക. എന്നിട്ട് കണ്ണാടിയിലേക്കൊന്ന് നോക്കുക. ഇപ്പം എന്താ സംഭവിക്കണത്? നിങ്ങളെ കണ്ണാടിയിൽ കാണാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് നിങ്ങളൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. കണ്ണാടിയിൽ നോക്കി നിൽക്കുന്ന നിങ്ങൾ അവിടെ നിന്ന് ഒരു 360 ഡിഗ്രി ഒന്ന് തിരിഞ്ഞിട്ട് വീണ്ടും വരിക. അപ്പം എന്ത് ചെയ്യും? നിങ്ങൾ ആദ്യം എവിടെ നിന്ന് അതേ പൊസിഷനിൽ തന്നെ വരുന്നു. നിങ്ങൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കുക. എന്തെങ്കിലും തോന്നുന്നുണ്ടോ? നിങ്ങളെ രാവിലെ ആദ്യം കണ്ട അതേ ഫിഗർ തന്നെ നിങ്ങൾക്ക് വീണ്ടും കാണാൻ പറ്റും. ചേഞ്ചുകളൊന്നും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നിങ്ങളുടെ ആദ്യത്തെ ഫിഗറും നിങ്ങൾ ഒരു ഓപ്പറേഷൻ നടത്തി ഒരു 360 ഡിഗ്രി തിരിഞ്ഞപ്പോൾ കിട്ടുന്ന ഫിഗറും ഒരേപോലെയാണ്. ഇതിനാണ് നമ്മൾ ഏകദേശം സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നമ്മൾ നേച്ചറിൽ എവിടെ നോക്കിയാലും എവിടെയെങ്കിലുമൊക്കെ ഒരു സിമെട്രി ഉണ്ടാവുന്നു. സിമെട്രി ഷേപ്പിനകത്ത് ഉണ്ടാകാം, പാറ്റേണിനകത്ത് ഉണ്ടാകാം, സ്ട്രക്ചറിനകത്ത് ഉണ്ടാകാം. അപ്പോൾ എല്ലാ ലിവിങ് തിങ്സ് ഒക്കെ എടുക്കണതാണ്. ഓൾ ലിവിങ് തിങ്സിനകത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു സിമെട്രി എക്സിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതേസമയം നമ്മൾ ക്രിസ്റ്റൽസ് എടുക്കാം, മോളിക്യൂൾസ് എടുക്കുമ്പോഴേക്ക് ഈ സിമെട്രി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് സിമെട്രി എന്ന് പറയുന്നത്. ഒരു മോളിക്യൂൾ സിമെട്രി ഹാസ് എ റിലേഷൻഷിപ്പ് വിത്ത് പ്രോപ്പർട്ടി ഓഫ് മോളിക്യൂൾ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഓൾ ഫീൽഡ് ഓഫ് സയൻസ്. ഇപ്പോൾ നേച്ചറിൽ നമ്മൾ ഏതൊരു സാധനം എടുത്തെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു വേരിയൻ ഡിഗ്രി ഓഫ് സിമെട്രി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ വേരിയൻ ഡിഗ്രി എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനൊക്കെ കോറിലേറ്റ് ചെയ്യുന്നതിൻ്റെ ഷേപ്പ് ആകാം, പാറ്റേൺ ആകാം, സ്ട്രക്ചർ ആകാം, എന്തെങ്കിലുമൊക്കെ ആകാം. അപ്പോൾ നമ്മളിവിടെ കെമിസ്ട്രീനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ മോളിക്യൂൾസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ മോളിക്കുലർ സിമെട്രി എടുക്കും, മോളിക്കുലർ ഷേപ്പുകൾ ഒക്കെ എടുക്കുമ്പോഴേക്കും നമുക്ക് വളരെയധികം സയൻസിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ടേമാണ് സിമെട്രി എന്ന് പറയുന്നത്. ഈ സിമെട്രി നമുക്ക് എന്താ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ്പെക്ട് ദി സ്റ്റഡി ഓഫ് കെമിക്കൽ ബോണ്ടിങ്. ഒരു മോളിക്യൂൾസിൻ്റെ എങ്ങനെയാണ് നിൽക്കുന്നത്, അതിൻ്റെ ബോണ്ടിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ സിമെട്രി വളരെയധികം ഉപകാരപ്പെടും. ആ മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളായിട്ട് എങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ റിപ്പൽഷൻ ഇല്ലേ, ആ റിപ്പൽഷൻ ഉണ്ടെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മോളിക്യൂൾസിൻ്റെ ജോമെട്രി അറിയണം. ആ ജോമെട്രി പ്രകാരം ആ മോളിക്യൂൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തടസ്സങ്ങളുണ്ട്. അങ്ങനെ പല ഫാക്ടേഴ്സ് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മോളിക്കുലർ സിമെട്രി എന്ന് പറയുന്നത്. ഇനി ആ മോളിക്കുലർ സിമെട്രിക്കകത്ത് നമ്മൾ കുറച്ച് സിമെട്രി ഓപ്പറേഷൻ, സിമെട്രി എലമെന്റ്സ് ഒക്കെ പഠിക്കും. അതിന് കോമൺ ആയിട്ട് നമ്മൾ എലമെന്റ് ഓഫ് സിമെട്രി എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. പിന്നെ പറയുന്ന രണ്ടാമത്തെ ടൈമാണ് ഗ്രൂപ്പ് തിയറി. അവിടെ ഒരു സിമ്പിൾ ഡെഫിനേഷൻ ആയി പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ഡിസ്കഷൻ ഓഫ് സിമെട്രി ഇൻകോപ്പറേറ്റിംഗ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ. മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ ഇൻകോപ്പറേറ്റ് ചെയ്തുള്ള സിമെട്രിനെ കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് ഡിസ്കഷൻ ആണ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക് ഡിസ്കഷൻ ഓഫ് എ സിമെട്രി. എന്താണ്? ഇൻകോപ്പറേറ്റിംഗ് മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾ. മാത്തിൻ്റെ പ്രിൻസിപ്പിളൊക്കെ ഇൻവോൾവ് ചെയ്ത് നമ്മൾ സിമെട്രിനെ കുറിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനാണ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്നത്. അതും ഒരു ബ്രാഞ്ച് തന്നെയാണ്. നമ്മൾ ഹയർ സ്റ്റഡീസ് ഒക്കെ പോകുമ്പോഴേക്കും ഗ്രൂപ്പ് തിയറിയുമായി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഈ തെർമോഡൈനാമിക്സ്, ക്വാണ്ടം മെക്കാനിക്സ് ഇതൊക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ നേരത്തെ സെന്റൻസിൽ നമ്മളൊരു സ്പെക്ട്രോസ്കോപ്പി എക്സെട്ര എന്നൊക്കെ പറയുന്നുണ്ട്. എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് സ്റ്റഡി ഓഫ് കെമിക്കൽ ബോണ്ടിങ് സ്പെക്ട്രോസ്കോപ്പി. സ്പെക്ട്രോസ്കോപ്പി എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അതും പറഞ്ഞാൽ വാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു ഏരിയയാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്.
അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കും. ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഇൻട്രാക്ഷൻ റേഡിയേഷൻ വിത്ത് മാറ്റർ. ഒരു മാസമുള്ള വസ്തുവിനകത്തേക്ക് റേഡിയേഷൻ വന്ന് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ചേഞ്ചുകളെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അത് ആ മോളിക്യൂൾസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് വളരെ ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നതാണ്. അപ്പൊ an object is said to possess symmetry if it can take up two or more spatial orientation that are indistinguishable from each other. That is, if it can take up two or more equivalent orientation. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഒരു മോളിക്യൂളിൽ ഒരു സിമെട്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിനകത്ത് they can undergo if it can take up two or more spatial orientation. സ്പേഷ്യൽ ഓറിയന്റേഷൻ എന്താ? സ്പേസിനകത്ത് അതിന്റെ പൊസിഷൻസിന് ചേഞ്ച് സംഭവിക്കുന്നു. ആ ചേഞ്ച് എന്താ ഉണ്ടാകുന്ന ചേഞ്ച് ദാറ്റ് ആർ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഫ്രം ഈച്ച് അതർ. ഒരു ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോൾ അതിനുണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ആദ്യത്തേതും മറ്റേതും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ടൈപ്പ്. if it can take up, that is if it can take up two or more equivalent orientation, ഒന്നോ അതിൽ കൂടുതലോ ഓറിയന്റേഷൻ നടത്തുമ്പോഴേക്കും നമുക്കൊരു ആദ്യം ഒരു സ്ട്രക്ചർ ഉണ്ടാവുന്നു, അതിനൊരു സ്പേഷ്യൽ ഓറിയന്റേഷൻ നടത്തി കഴിയുമ്പോഴേക്കും വേറൊരു സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു മോളിക്യൂൾ പ്രോസസ് ചെയ്യണമെങ്കിൽ ആ മോളിക്യൂൾ ഒക്കേഴ്സ് പൊസസ് സിമെട്രി എന്ന് പറയുന്നു. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. നമുക്ക് ആ ഒരു എക്സാമ്പിളിനകത്ത്, ഈ ഒരു എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നു. ആ എക്സാമ്പിളിനകത്ത് നിങ്ങളിപ്പോൾ ഇവിടെ രണ്ട് മോളിക്യൂൾ കാണുന്നുണ്ട്. ആ ഒരു വാട്ടർ മോളിക്യൂൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. ആ വാട്ടർ മോളിക്യൂളിനകത്ത് ഞാൻ ഈ 1 മിനിറ്റ്, ആ വാട്ടർ മോളിക്യൂളിനകത്ത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ആ വാട്ടർ മോളിക്യൂളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് എന്താണ് ഒരു മോളിക്യൂളിന് സിമെട്രി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വാട്ടർ മോളിക്യൂളിനകത്ത് ഇത് സെൻട്രലിനകത്ത് വരാൻ ഓക്സിജൻ ആറ്റം H2 ആണ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ, ഒരു ഹൈഡ്രജൻ. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളിനകത്തുള്ള രണ്ട് ഹൈഡ്രജന് ഐഡന്റിക്കൽ ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഹൈഡ്രജന് A1 2 ഒന്നും പറയേണ്ട ആവശ്യമില്ല, രണ്ട് ഹൈഡ്രജൻ ഒരേപോലെയാണ്. പക്ഷെ ഇവിടെ നമുക്ക് തൽക്കാലത്തേക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ ഹൈഡ്രജന് 1 എന്ന് കൊടുക്കുന്നു, ഈ ഹൈഡ്രജന് ഞാൻ 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഈ ഹൈഡ്രജന് 1 എന്ന് രേഖപ്പെടുത്തി, ഈ ഹൈഡ്രജന് ഞാൻ 2 എന്ന് രേഖപ്പെടുത്തി. രണ്ട് ഐഡന്റിക്കൽ ആണ്. പക്ഷെ നമുക്ക് ഇവിടെ നടത്തുന്നൊരു ഈ മോളിക്യൂളിന് ഒരു സിമെട്രി ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു ഓപ്പറേഷൻ നടത്തുന്നതാണ്. ഇനി ഞാനൊരു ആക്സിസ് കൺസിഡർ ചെയ്യുന്നു. ആക്സിസ് എന്ന് പറയുന്നത് എന്താ? ഒരു ലൈൻ. ആ ലൈൻ ഈ ഓക്സിജനെ കൂടി പാസ് ചെയ്ത് പോകുന്നു. ഇതാണ് ആ ലൈൻ കാണിക്കുന്നത്. ആ ലൈൻ ഓക്സിജനെ കൂടി പാസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ മോളിക്യൂളിന് ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 180 ഡിഗ്രി റൊട്ടേഷൻ കൂടെ കാണിക്കുന്നുണ്ട്. ഞാൻ ബുക്കിനകത്ത് ഇങ്ങോട്ടുള്ള ആരാ വരച്ചെന്നുള്ളത് ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ക്ലോക്ക് വൈസ് ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കും ഈ 1 എന്നുള്ള പൊസിഷനിൽ ഉണ്ടായിരുന്ന ഹൈഡ്രജൻ ഇവിടെ ഇപ്പോൾ ഈ ഫിഗറിനകത്ത്, ഫിഗർ 1-നകത്ത് ലെഫ്റ്റ് സൈഡിലായിരുന്നു. ഫിഗർ 2-നകത്ത് ആ 1 എന്നുള്ള ഹൈഡ്രജൻ എങ്ങോട്ട് പോകും? ഈ സൈഡിലായിട്ട് മാറും. ഇത് 1 ആയിട്ട് മാറും. അതുപോലെ തന്നെ 2 പൊസിഷനിലുണ്ടായ ഹൈഡ്രജൻ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ട് വന്ന് 1ന്റെ പൊസിഷനിൽ വരും. രണ്ട് ഹൈഡ്രജൻ ഐഡന്റിക്കൽ ആണ്. അപ്പോൾ നിങ്ങൾ ഫിഗർ 1ഉം 2ഉം നോക്കിയാൽ ഈ 1ഉം 2ഉം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ആ നമ്പർ നോക്കണ്ട. 1ഉം 2ഉം തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല, രണ്ടും ഐഡന്റിക്കലാണ്, ഒരേപോലെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഒബ്ജക്റ്റിന് ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓറിയന്റേഷൻ നടത്തി. എന്താണ്? ഒരു 180 ഡിഗ്രി ഞാൻ അതിനെ റൊട്ടേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വേറൊരു ഓറിയന്റേഷൻ കിട്ടി. ആ ഒബ്ജക്റ്റ് കിട്ടി. ഓറിയന്റേഷൻ നടത്തിയപ്പോൾ വേറൊരു ഒബ്ജക്റ്റ് കിട്ടി. ആ ഒബ്ജക്റ്റും ഫസ്റ്റ് ഒബ്ജക്റ്റും തമ്മിൽ വ്യത്യാസമില്ല. ഇൻഡിസ്റ്റിങ്വിഷബിൾ. തിരിച്ചറിയാതിരിക്കും മീൻസ് ഡിസ്റ്റിങ്വിഷ് എന്ന് വെച്ചാൽ തിരിച്ചറിയാം. ഇൻഡിസ്റ്റിങ്വിഷ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. രണ്ടും ഒരേപോലെയാണ്. അപ്പൊ ഇങ്ങനെ രണ്ടും ഒരേപോലെ ആണെങ്കിൽ നമ്മൾ അതിനെയാണ് നമ്മൾ പറയുന്നത് an object is said to be possess symmetry. ഒരു ഒബ്ജക്റ്റ് അതിന് സിമെട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇറ്റ് ക്യാൻ ടേക്ക് അപ്പ് 2 or more spatial orientation that are indistinguishable. അതിനെ തിരിച്ചറിയാൻ പറ്റില്ല ഫ്രം ഈച്ച് അതർ. ഈ മോളിക്യൂളിനകത്ത് ഈ ഫിഗർ 1ഉം ഫിഗർ 2ഉം തിരിച്ചറിയാൻ പറ്റില്ല, രണ്ടും ഒരേപോലെ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നു? വാട്ടർ എന്നുള്ള മോളിക്യൂൾ അണ്ടർഗോ എന്തോ സംഭവിക്കുന്നു? സം സിമെട്രി, സം എലമെന്റ്സ് ഓഫ് സിമെട്രി.
ഒരു ജസ്റ്റ് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ കാണിക്കുന്നതാണ്. ഇതൊരു വാട്ടർ മോളിക്യൂളിന്റെ വീഡിയോ ആണ്. ആ വാട്ടർ മോളിക്യൂൾസിന്റെ വീഡിയോസിൽ നിങ്ങൾ നോക്കിയേ, വാട്ടർ മോളിക്യൂൾ നിൽക്കുന്നതാണ്. ഓക്സിജൻ, 2 ഹൈഡ്രജൻ ആറ്റം, ഓക്സിജനിൽ കൂടി ഒരു ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 180 ഡിഗ്രി ഇനി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ കണക്കുന്നത്, ഹൈഡ്രജൻ 1ഉം ഇത് ഹൈഡ്രജൻ 2ഉം 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ നോക്കിയത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. ആദ്യത്തെ പോലെ ഫിഗർ തന്നെ വീണ്ടും ഒരു 180 ഡിഗ്രി കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. 360. ഇതാണ് ആ റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 റൊട്ടേഷൻസ് നടത്തി. ഒരു 180 ഡിഗ്രി നടത്തി, പിന്നെ വീണ്ടും ഒരു 180 ഡിഗ്രി നടത്തി. അപ്പോൾ 2 പ്രാവശ്യം 180 ഡിഗ്രി നടത്തിയപ്പോഴേക്ക് നമുക്ക് ചേഞ്ച് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഓപ്പറേഷൻ നടത്തി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ദാറ്റ് മോളിക്യൂൾ ബി സെറ്റ് ടു ബാറ്റ് ഇറ്റ് പ്രോസസ് സിമെട്രി എന്ന് പറയുന്നു. അപ്പം നിങ്ങൾക്ക് ഇനി അടുത്ത ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സിമെട്രി ഓപ്പറേഷൻസ്, എന്താണ് സിമെട്രി എലമെന്റ്സ് എന്നൊക്കെ നോക്കാം. സിമെട്രി ഓപ്പറേഷൻ ആൻഡ് സിമെട്രി എലമെന്റ്, ഈ 2 സാധനങ്ങളും പരസ്പരം കണക്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. എ സിമെട്രി ഓപ്പറേഷൻ ഈസ് ആൻ ആക്ഷൻ വിച്ച് വെൻ പെർഫോംഡ് ഓൺ എ മോളിക്യൂൾ yield a new orientation of it that is indistinguishable from the original though not necessarily identical with it. അപ്പോൾ ഒരു സിമെട്രി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷനാണ്. ആ ആക്ഷൻ എന്ത് ചെയ്യുന്നു, ഒരു പെർഫോമൻസ്, അത് പെർഫോമൻസ് ഒരു മോളിക്യൂളിനകത്ത് പെർഫോം ചെയ്യുമ്പോൾ ആ മോളിക്യൂളിന് ഒരു പുതിയ ഒരു ഓറിയന്റേഷൻ കിട്ടുന്നു. ആ പുതിയ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ആ ഓപ്പറേഷൻ നടത്തുന്നതിന് മുമ്പുണ്ടായ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ആ ജോമെട്രി ആയിട്ട് തിരിച്ചറിയാൻ പറ്റാത്തതാണ് ഒറിജിനലായിട്ട്. അപ്പം ആ ഐഡന്റിക്കൽ ആയിട്ടുള്ള തന്നെ അതേപോലത്തെ തന്നെ ഇമേജ് കിട്ടി. അതിനെയാണ് നമ്മൾ സിമെട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വാട്ടർ മോളിക്യൂൾസിന്റെ കണ്ടു. വാട്ടർ മോളിക്യൂൾസിന്റെ എന്തായിരുന്നു, വാട്ടർ മോളിക്യൂളിനെ നമ്മളൊരു 180 ഡിഗ്രി, അതിനാണ് നമ്മൾ C2 എന്ന് പറയുന്നത്. C2 എന്നൊക്കെ പിന്നെ പറഞ്ഞുതരാം. 180 ഡിഗ്രി നടത്തിയപ്പോഴേക്കും ഒരേപോലത്തെ മോളിക്യൂൾ തന്നെ കിട്ടി. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ഓപ്പറേഷൻ നടത്തി. പക്ഷെ ആദ്യത്തെ മോളിക്യൂളും രണ്ടാമത്തെ മോളിക്യൂളും ഐഡന്റിക്കൽ അല്ല, പക്ഷെ ഇവ തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞ കാരണം എന്താ, ഈ ഒരു 1 എന്നുള്ള ഹൈഡ്രജൻ 180 ഡിഗ്രി തടുത്തപ്പോഴേക്ക് ഇപ്പുറത്ത് വന്ന് നിന്നു. 1 എന്നുള്ള ലേബൽ ചെയ്ത ഹൈഡ്രജൻ ആറ്റം 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് മാറി. പക്ഷെ മോളിക്യൂളും നോക്കുമ്പോഴേക്കും 2 ഹൈഡ്രജൻ ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ആക്ച്വലി ഐഡന്റിക്കൽ ആണോ, അല്ല. ഐഡന്റിക്കൽ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 1 എന്നുള്ള പൊസിഷനിലുള്ള ഹൈഡ്രജൻ വീണ്ടും ഒരു 180 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കാണ് വീണ്ടും ഒരു 180 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്യുമ്പോഴേക്കാണ് നമുക്ക് ആ ഒരു ചേഞ്ചിലേക്ക് വരുള്ളൂ അല്ലേ. വീണ്ടും ഒരു 180 ഡിഗ്രി കൂടി നമ്മൾ റൊട്ടേറ്റ് ചെയ്യണം. ഇതിന് വീണ്ടും ഒരു 180 ഡിഗ്രി നമ്മൾ റൊട്ടേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ശരിയാവുന്നില്ല. വീണ്ടും ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഐഡന്റിക്കൽ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ മൊത്തത്തിൽ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. പക്ഷെ ഒരു 180 ഡിഗ്രി മാത്രം റൊട്ടേറ്റ് ചെയ്താൽ എന്ത് ചെയ്യുന്നു, അതേപോലത്തെ തന്നെ ഒരു കോൺഫിഗറേഷൻ, 1 പോലത്തെ തന്നെ ഒരു കോൺഫിഗറേഷൻ കിട്ടുന്നു. അപ്പൊ അതുകൊണ്ട് അതിനെയാണ് നമ്മൾ ഐഡന്റിക്കൽ ഓപ്പറേഷൻ എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആക്ഷൻ നടത്തുമ്പോഴേക്കും ആദ്യത്തെ ഒറിജിനൽ ഒബ്ജക്റ്റും മറ്റേ ഓബ്ജക്റ്റും തമ്മിൽ, ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ് കിട്ടുന്ന ഒരു ഓബ്ജക്റ്റും തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ആ മോളിക്യൂളിനൊരു സിമെട്രി ഉണ്ട്. ആ ഓപ്പറേഷനാണ് സിമെട്രി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ആക്ഷനാണ്, ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ആ മോളിക്യൂളിനകത്ത് നമ്മളൊരു പർട്ടിക്കുലർ പ്ലേ നടത്തി എന്നുള്ളൊരു മീനിങ് ആണ്. ഇനി രണ്ടാമത്താണ് സിമെട്രി എലമെന്റ്. ഇറ്റ് ഈസ് എ ജോമെട്രിക്കൽ എൻറ്റിറ്റി. ആ വേർഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ ജോമെട്രിക്കൽ എൻറ്റിറ്റി. എന്താ ജോമെട്രിക്കൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞത്? ഇറ്റ് ഈസ് എ ജോമെട്രിക്കൽ എൻറ്റിറ്റി സച്ച് ആസ് എ ലൈൻ, ഒരു ലൈനാകാം, അല്ലെങ്കിൽ such as a line, a plane or a point with respect to which symmetry operation may be performed. It's a geometrical entity. ഒരു ജോമെട്രിക്കൽ എൻറ്റിറ്റി ആണ്, ഒരു ജോമെട്രിക്കൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ആയിട്ടുള്ള ഓപ്പറേഷൻ അല്ല, ജോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി. അതിൻ്റെ എക്സാക്ട് വേർഡ് മീനിങ് അറിയില്ല. ആ എൻറ്റിറ്റി എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ലൈൻ ആകാം, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആകാം, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആകാം. അവിടെ വെച്ചൊരു സിമെട്രി ഓപ്പറേഷൻ നടത്തുകയാണ്.
അപ്പോൾ വീണ്ടും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. രണ്ട് ടേമുകൾ പറഞ്ഞു, സിമെട്രി ഓപ്പറേഷൻ ആൻഡ് സിമെട്രി എലമെന്റ്. സിമെട്രി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേഷൻ എടുത്ത് ഒരു മോളിക്യൂളിനിട്ട് തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മോളിക്യൂളിനെ എടുത്തിട്ട് നമ്മൾ മറിച്ച് വെക്കുന്നു, ഇൻവേർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മോളിക്യൂളിനെ നമ്മളൊരു മുറിച്ചിട്ട് ഒരു മോളിക്യൂൾ എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബെൻസീൻ അല്ലെങ്കിൽ ഒരു ഒന്നും വേണ്ട, നമുക്കൊരു ബോൾ എടുക്കുന്നു. ബോൾ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ കൂടി മുറിക്കുന്നു. മുറിച്ച് കഴിഞ്ഞ് നമുക്ക് ആ ബോളിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് നോക്കണമെങ്കിൽ മുറിച്ച ഒരു പാർട്ട് മറ്റേ പാർട്ട് ഒരേപോലെ ഇരിക്കും, ഐഡൻറ്റിക്കൽ ആയിട്ടിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് ഒരു ഓപ്പറേഷൻ നടത്തി, റിഫ്ലക്ഷൻ എന്നുള്ളൊരു ഓപ്പറേഷൻ നടത്തി. അപ്പം അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തി കഴിയുമ്പോഴേക്ക് നമുക്ക് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഇൻഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടണമെങ്കിൽ നമ്മൾ ആ മോളിക്യൂളിന് ഒരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറയുന്നു. അതേസമയം ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആ ഓപ്പറേഷൻ നടത്താനായിട്ട് നമുക്കൊരു ജോമെട്രിക്കൽ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി വേണം. ആ എൻറ്റിറ്റി എന്ന് പറയുന്നത് ഒരു ലൈൻ, അവിടെ വെച്ചാണ് നമ്മൾ മോളിക്യൂളിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ, ആ പ്ലെയിനിൽ വെച്ചിട്ട് മോളിക്യൂളിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുന്നു. അപ്പം ഈ ലൈന്, പ്ലെയിന്, പോയിന്റ് എന്നൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളൊരു ഓപ്പറേഷൻ നടത്തണം. റൊട്ടേഷനോ അല്ലെങ്കിൽ റിഫ്ലക്ഷനോ അല്ലെങ്കിൽ ഒരു ലൈൻ ഡ്രോയോ അങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുമ്പോഴേക്ക് നമുക്ക് ഒരേപോലത്തെ കിട്ടണമെങ്കിൽ ദേ ആർ സെറ്റ് ടു ബി സിമെട്രി. അതേ പൊസസ് എലമെന്റ് സിമെട്രി എന്ന് പറയുന്നു, എലമെന്റ് സിമെട്രി എന്ന പേരിൽ വിളിക്കുന്നു. So the existence of symmetry element is dependent on existence of symmetry operation and vice versa. അപ്പോൾ ഒരു സിമെട്രി ഓപ്പറേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ, എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സിമെട്രി എലമെന്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു സിമെട്രി എലമെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സിമെട്രി ഓപ്പറേഷൻ ഉണ്ടായിരിക്കണം. മീൻസ് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടിനും കൂടി കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്റ് ഓഫ് സിമെട്രി. അപ്പോൾ എലമെന്റ് ഓഫ് സിമെട്രി കൺസിസ്റ്റിംഗ് ബോത്ത് സിമെട്രി ഓപ്പറേഷൻ ആൻഡ് സിമെട്രി എലമെന്റ്സ്. നമ്മളൊരു സിമെട്രി ഓപ്പറേഷൻ അല്ലെങ്കിൽ സിമെട്രി എലമെന്റ് സിമെട്രിക്കകത്തൊരു സിമെട്രി എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ആ സിമെട്രി എലമെന്റ് എങ്ങനെ ഇരിക്കണം? ഓൾ സിമെട്രി എലമെന്റ് എക്സിസ്റ്റിംഗ് ഫോർ എ മോളിക്യൂൾ വിൽ പാസസ് ത്രൂ എ കോമൺ പോയിന്റ്. ഒരു കോമൺ പോയിന്റിൽ കൂടി പാസ് ചെയ്യണം. പിന്നെന്താ പറയണ? നെയിംലി ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് നെയിംലി സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ മോളിക്യൂൾ. അപ്പോൾ നമ്മളൊരു മോളിക്യൂൾ എടുക്കണമെങ്കിൽ ആ മോളിക്യൂളിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഏതാണ്, ആ ഗ്രാവിറ്റി കൂടി ആയിരിക്കണം ഒരു കോമൺ പോയിന്റ് ആയിരിക്കണം. ആ പോയിന്റിൽ കൂടി വേണം ഈ സിമെട്രി എലമെന്റ്സ് കൺസിഡർ ചെയ്യാനായിട്ട്. ദാറ്റ് ഇറ്റ് മീൻസ് ദാറ്റ് ദ പൊസിഷൻ ഓഫ് ദിസ് പോയിന്റ് റിമെയിൻ അൺചേഞ്ച്ഡ് അപ്പോൺ ക്യാരിങ് ഔട്ട് ഓഫ് എനി സിമെട്രി ഓപ്പറേഷൻ ഓൺ ദ മോളിക്യൂൾ. അപ്പോൾ ആ മോളിക്യൂളിനകത്ത് ഏതെങ്കിലും ഒരു സിമെട്രി ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ ആ പോയിന്റിന് ചേഞ്ച് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ കൂടി വേണം, ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി മോളിക്യൂൾ, ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിലെ പോയിന്റിൽ കൂടി വേണം നമ്മൾ ഈ സിമെട്രി എലമെന്റ്സ് കൺസിഡർ ചെയ്യാനായിട്ട്. അപ്പോൾ എലമെന്റ്സ് ഓഫ് സിമെട്രി എന്താന്ന് പറഞ്ഞു? ഇത് രണ്ടും കൂടി സിമെട്രി ഓപ്പറേഷൻ, സിമെട്രി എലമെന്റ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് എലമെന്റ്സ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിമെട്രി ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ലൈക്ക് റൊട്ടേഷൻ, ഇൻവേർഷൻ, റിഫ്ലക്ഷൻ അങ്ങനെയുള്ള സാധനങ്ങൾ. എലമെന്റ്സ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി, ജോമെട്രിക്കൽ എൻറ്റിറ്റി, ലൈൻ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഒരു പോയിന്റ് അവിടെയാണ്. അപ്പോൾ നമുക്ക് 5 എലമെന്റ്സ് ഓഫ് സിമെട്രി ഉണ്ട്. അത് ഈ എലമെന്റ്സ് ഓഫ് സിമെട്രി കോമൺ ആയിട്ട് സിമെട്രി എലമെന്റ്സ് എന്ന് സാധാരണ പറയാറുണ്ട്. ഒന്ന് ഐഡന്റിറ്റി ഓപ്പറേഷൻ, രണ്ട് പ്രോപ്പർ ആക്സിസ് റൊട്ടേഷൻ, പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ, ഐഡന്റിറ്റി എലമെന്റ്, പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ്, പ്ലെയിൻ ഓഫ് സിമെട്രി, സെന്റർ ഓഫ് സിമെട്രി, ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് സിമെട്രി. അപ്പോൾ ഐഡന്റിക്കൽ സിമെട്രി ഈ ഓപ്പറേഷൻ എലമെന്റ്സും പറയാറുണ്ട്. അപ്പോൾ എലമെന്റ്സ് ഓഫ് സിമെട്രി 5 എണ്ണം ഉണ്ട്. ഒന്ന് ഐഡന്റിറ്റി സിമെട്രി, രണ്ടാമത്തത് പ്രോപ്പർ റൊട്ടേഷൻ സിമെട്രി, 3 പ്ലെയിൻ ഓഫ് സിമെട്രി, 4 സെന്റർ ഓഫ് സിമെട്രി, 5 ഇംപ്രോപ്പർ റൊട്ടേഷൻ സിമെട്രി. ഇതിനെ ഓരോത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ള. ഐഡന്റിക്കൽ എലമെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഐഡന്റിറ്റി അതേപോലെ റിവീൽ ചെയ്യുന്നൊരു ഓപ്പറേഷനാണ്. പിന്നെ പ്രോപ്പർ റൊട്ടേഷൻ സിമെട്രി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു റൊട്ടേഷൻ നടത്തുന്നു, ആ റൊട്ടേഷൻ നടക്കുന്ന മൂലം ഉണ്ടാകുന്നതാണ്. പ്ലെയിൻ ഓഫ് സിമെട്രി എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു ഇൻവേർഷൻ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ നടത്തുന്നു. സെൻട്രൽ സിമെട്രി എന്ന് പറയുന്നത് നമ്മളൊരു മോളിക്യൂളിനെ ഇൻവേർട്ട് ചെയ്യുന്നു.
ഇംപ്രോപ്പർ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇൻവേർഷൻ ഒരു റിഫ്ലക്ഷൻ കൂടി ഒരുമിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഐഡന്റിറ്റി ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഐഡന്റിറ്റി സിമെട്രി, അല്ലെങ്കിൽ ഐഡന്റിറ്റി സിമെട്രി എലമെന്റ്സ് എന്നൊക്കെ പറയുന്നത്. അതിന് റെപ്രസെന്റ് ചെയ്യുന്ന ക്യാപിറ്റൽ ഇ എന്നാണ്. ഏതൊരു മോളിക്യൂൾ എടുത്താലും ദാറ്റ് മോളിക്യൂൾ പോസസ് ആൻ ഐഡന്റിറ്റി സിമെട്രി. That is, identity operation is one that leaves the system unchanged or do nothing. ഏതൊരു മോളിക്യൂൾ അതിനകത്തൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് വെച്ചാൽ, ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ മോളിക്യൂള് ഒരു ഐഡന്റിറ്റി ഓപ്പറേഷൻ നടത്തിയാൽ അതേ മോളിക്യൂൾ തന്നെ കിട്ടും. ആ മോളിക്യൂളിന് ഒരു ഐഡന്റിറ്റി ഓപ്പറേഷൻ നടത്തിയാൽ അതേ മോളിക്യൂൾ തന്നെ കിട്ടും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അത് പ്രത്യേകിച്ച് അവിടെ ഒന്നും ചെയ്യുന്നില്ല. അതാണ് പറഞ്ഞത് ഡു നത്തിങ് എന്നുള്ളൊരു വേർഡ് പറഞ്ഞത്. ഡു നത്തിങ്, ഒന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ലീവ് ദ സിസ്റ്റം അൺചേഞ്ച്, ആ സിസ്റ്റത്തിനെ ചേഞ്ച് ഒന്നും ചെയ്യാണ്ട് വിടുന്നു. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് വരും. കാരണം ആ മോളിക്യൂൾ ഒന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തിട്ടാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാം. ദേ അണ്ടർഗോ C1 റൊട്ടേഷൻ. സി എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും പഠിക്കും. 1 എന്ന് പറയുന്നത് അവിടെ ഒരു ഇക്വലന്റ് ടു 360 ഡിഗ്രി റൊട്ടേഷൻ ആണ്. ഞാൻ ആദ്യമേ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നിങ്ങൾ ഒരു കണ്ണാടിയിൽ നോക്കിയിരിക്കുക, എന്നിട്ട് ആ കണ്ണാടിൻ്റെ അവിടെ നിന്നിട്ട് നിങ്ങൾ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? നിങ്ങളെ കണ്ണാടിയിൽ നിന്ന് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ റീറ്റെയിൻ ചെയ്യുന്നു അല്ലേ? അപ്പോൾ അവിടെ നമ്മളൊരു കറക്കം, ഒരു റൊട്ടേഷൻ നടത്തി. എത്ര ഡിഗ്രി? 360 ഡിഗ്രി. അപ്പം നമ്മൾ അതേപോലെ തന്നെയാണ് ഏതൊരു മോളിക്യൂളിൽ നമ്മളൊരു 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ ഐഡന്റിക്കലായിട്ട് കിട്ടുന്നു. അപ്പം ആക്ച്വലി അവിടെ നമ്മൾ നോക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ലീവ് ദ സിസ്റ്റം അൺചേഞ്ച്, അല്ലെങ്കിൽ ഡു നത്തിങ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ ഐഡന്റിറ്റി എലമെന്റ്സ്, അല്ലെങ്കിൽ ഐഡന്റിറ്റി ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഐഡന്റിറ്റി സിമെട്രി എന്ന് പറയുന്നത്. എല്ലാ മോളിക്യൂളിനും പ്രോസസ് ചെയ്യുന്ന ഒരു സിമെട്രിയാണ് ഐഡന്റിറ്റി സിമെട്രി. ഓക്കെ, അത് റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഈ വെച്ചാണെന്ന് പറഞ്ഞു. ദ സിമെട്രി എലമെന്റ് അസോസിയേറ്റ് വിത്ത് ഐഡന്റിറ്റി ഓപ്പറേഷൻ is called ഐഡന്റിറ്റി എലമെന്റ് and is called given by symbol. The identity operation is a trivial and all molecule possess identity element. That concept is very important while considering sequence symmetry operation, mathematically very useful in application group theory. അപ്പോൾ നമുക്ക് ഇവിടെ ആദ്യത്തെ കേസിനകത്ത് സിമെട്രി ഓപ്പറേഷൻ പഠിക്കണമെങ്കിൽ മോളിക്കുലർ സിമെട്രി പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഐഡന്റിറ്റി എലമെന്റ്സിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. കാരണം മോളിക്യൂളിന് പ്രത്യേക ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്താണ്. പക്ഷെ നമുക്കത് കൂടുതൽ തന്നെ ഗ്രൂപ്പ് തിയറി എന്താണെന്ന് നമ്മൾ പറഞ്ഞത്, ഈ സിമെട്രീനെ ഒരു മാത്തമാറ്റിക് അതിൻ്റെ ഡിസ്കഷൻ അബൌട്ട് എ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്രൂപ്പ് തിയറി. ആ ഗ്രൂപ്പ് തിയറി മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഈ ഐഡന്റിറ്റി എലമെന്റ് കമ്പൽസറി ആയിട്ട് വേണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നെക്സ്റ്റ് നമ്മൾ പ്രോപ്പർ ആക്സിസ് റൊട്ടേഷൻ ആണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.